മനുഷ്യന്റെ സന്തോഷത്തിന്റെ അടിസ്ഥാനം രണ്ട് കാര്യങ്ങളിലാണ് ഉൾക്കൊള്ളുന്നത് എന്ന് ഈ ക്രിസ്മസ് സന്ദേശം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, ദൈവത്തിന് മഹത്വം ഉണ്ടാകുമ്പോൾ. നമ്മുടെ പ്രാർത്ഥനകളാലും സ്തുതിഗീതങ്ങളാലും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവത്തിന് മഹിമയുണ്ടാകുമ്പോൾ നമുക്ക് സന്തോഷിക്കാം. ആ സന്തോഷത്തിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നമ്മളെല്ലാവരും സന്തോഷമുള്ളവരായിരിക്കണമെന്നും സ്നേഹത്തിൽ വർത്തിക്കണമെന്നുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ ദൈവത്തിന് മഹത്വം ചേർക്കുന്ന ഒരു ദിവസമായിരിക്കട്ടെ ഈ ക്രിസ്മസ് ദിവസം. മറ്റൊന്നാണ് ഭൂമിയിൽ സമാധാനം ഉണ്ടാവുക എന്നുള്ളത്. ക്രിസ്മസിന്റെ ഏറ്റവും വലിയ ഒരു സന്ദേശവും അത് തന്നെയാണ്. സമാധാനം സ്ഥാപിതമാകേണ്ടത് നമ്മൾ ഓരോരുത്തരിലൂടെയുമാണ്. നമ്മളുടെ പരിശ്രമങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും സഹവർത്തിത്വത്തിലൂടെയുമാണ് ഈ സമാധാനം നമുക്ക് കൈവരിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. നമ്മുടെ പങ്കുവയ്ക്കലിലൂടെ, നമ്മുടെ പരസ്പരമുള്ള സൗഹാർദ്ദത്തിലൂടെ, പരസ്പരമുള്ള ക്ഷമയിലൂടെ നമുക്ക് ഈ സ്നേഹവും സൗഹാർദ്ദവും പങ്കുവെച്ചുകൊണ്ട് ദൈവത്തിന്റെ മഹത്വവും ഭൂമിയിൽ സമാധാനവും ഉണ്ടാകുവാൻ നമുക്ക് സാധിക്കട്ടെ. ഐ വിഷ് യു എ മെറി ക്രിസ്മസ്.